IPL വളരെ ആവേശകരമായി പുരോഗമിക്കുകയാണ്. നമ്മൾ പല മത്സരങ്ങളെ കുറിച്ചിട്ടും നമ്മൾ വിലയിരുത്തി. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ ബാറ്റ്സ്മാൻമാരുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് കണ്ടത്. ആദ്യത്തെ 5 മത്സരങ്ങൾ. അത് കഴിഞ്ഞ് ഉള്ള 8 മത്സരങ്ങളിൽ ഇതുവരെ 200-ലധികം റൺസ് സ്കോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ബാറ്റ്സ്മാൻമാർ വളരെ അഗ്രസീവായി കളിക്കുമ്പോൾ എല്ലാ കളിയും ഇത് തന്നെയല്ലേ, എന്തിനാണ് ഇത്തരം ഇങ്ങനെ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകൾ മാത്രം ഒരുക്കിയിട്ടുള്ളത് എന്ന രീതിയിൽ പല വിമർശനങ്ങളും വന്നിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ ബോളർമാരുടെ ഒരു തിരിച്ചുവരവ് കൂടി നമ്മൾ കണ്ടു പല മത്സരങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത 116 റൺസിന് ഓൾ ഔട്ട് ആവുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ എന്താണ് ഈ ഒരു IPL-ന്റെ ആദ്യത്തെ ഒരു 10-13 മത്സരങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇപ്പം സൈഫ് പറഞ്ഞത് തന്നെയാണ്. ആദ്യം നമ്മൾ തുടക്ക മത്സരം തന്നെ ബാറ്റിംഗ് വെടിക്കെട്ടോടെയാണ് കാണുന്നത്. പിന്നെ ഹൈദരാബാദ് നമ്മൾ 300 അടിക്കുന്നു പറയുന്ന ടീം ഹൈദരാബാദ് 286 അടിക്കുന്നു. അങ്ങനെ ആദ്യത്തെ 5 മത്സരങ്ങളിൽ 6 തവണ 200-ലധികം സ്കോർ വരുന്നു. അതിൽ 240 മുകളിൽ 3 തവണയായിട്ടും വരുന്നു. മികച്ച ഒരു IPL നമ്മൾ ആഗ്രഹിക്കുന്നത് ബാറ്റിംഗ് വെടിക്കെട്ടാണ്. അല്ലെങ്കിൽ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാനാണ് കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നതെന്ന് പറയാം. 20 ഓവർ ക്രിക്കറ്റിൽ എത്ര റണ്ണ് പരമാവധി വരുന്നറിയാൻ. അപ്പോൾ അതിന് പറ്റിയ തുടക്കമായിരുന്നു IPL തന്നത്. ആ കളിക്കാരെ ആരാധകരെ പിടിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ഇടയ്ക്ക് ബോളർമാർക്കാണ് മുൻതൂക്കം പറയുന്നു. ആദ്യമൊക്കെ IPL ബാറ്റ്സ്മാർക്കായിരുന്നു, പിന്നെ ബോളർമാർക്ക് ഇങ്ങനെ മാറി വരാറുണ്ട്. ഇപ്രാവശ്യം ഒരു സ്ട്രാറ്റജി പോലെ തോന്നാം. ആദ്യത്തെ 5 മത്സരങ്ങൾ 200 മുകളിൽ നല്ല ബാറ്റിംഗ് പിച്ചിന് അനുകൂലമായ പിച്ചുകൾ മത്സരം വന്നു. പിന്നീട് നേരെ തിരിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിന്നീട് നടന്ന ഇപ്പോഴത്തെ അവസാനം 8 മത്സരങ്ങളിൽ ഒരു ടീമും 200 കടന്നിട്ടില്ല. അതിൽ 150-120 താഴെ സ്കോറും കൂടെ വന്നു കഴിഞ്ഞു. അപ്പം ബോളർമാർക്ക് കൂടി ആദ്യം ബാറ്റ്സ്മാർക്ക് അനുകൂലമെങ്കിൽ ഇപ്പം ബോളർമാർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വീണ്ടും പിന്നെ നമ്മൾ ചില ഗ്രൗണ്ടുകളുടെ പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഹൈദരാബാദ് പോലുള്ള പിച്ചുകളാണെങ്കിൽ അവിടെ റണ്ണ് എന്തായാലും വരും നമുക്കറിയാം. അങ്ങനത്തെ പിച്ചുകളാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് മാറി മാറി വരുമോ എന്നുള്ളത് ഇപ്പോൾ വീണ്ടും അടുത്ത 3-ാം ഘട്ടത്തിലേക്ക് ഇപ്പം 3-ാം ഘട്ടത്തിൽ 5-5 അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്. വീണ്ടും ബാറ്റ്സ്മാർക്ക് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കളി കാണാനൊരു ആവേശം കൂടും. ഇപ്പം പിന്നെ ഇന്നലെ 170 സ്കോർ വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ പഞ്ചാബിൻ്റെ ലക്നൌവിൻ്റെയും കളിയിൽ ഒരു 150 മുകളിൽ വരുന്നുണ്ട്. പക്ഷേ 200 കടക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാറ്റ്സ്മാർക്കും ബോളർമാർക്കും ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. അത് ഏകപക്ഷീയമായ കളിയായി മാറുന്നില്ല. ബോളർമാർക്കും പിന്നെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും ബോളർമാരുടെ മികച്ച പ്രകടനം കാണാൻ പറ്റുന്നതിൽ സന്തോഷകരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ വിക്കറ്റ്സ് പെർ റൺസ്, അതായത് റൺസ് പെർ വിക്കറ്റ്, അതായത് ഓരോ വിക്കറ്റിലും എത്ര റൺസ് ഇത് നോക്കുന്നത് ആദ്യത്തെ 11 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് ഒരു കണക്ക് വന്നിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ 31 റൺസിലാണ് ഓരോ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് 2024 അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ഇപ്രാവശ്യത്തേക്ക് വരുന്ന സമയത്ത് 28 റൺസ് എടുക്കുന്നതിനിടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ബാറ്റ്സ്മാൻമാർ കളിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കില്ല ഈ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. IPL നമ്മൾ പറയുന്നത് ഈ പിന്നെ സ്ഥിരതയൊന്നും പ്രകടനത്തിനൊന്നും പറയാൻ പറ്റുന്ന ഫോർമാറ്റിലാണ് T20. അതിൽ ബാറ്റ്സ്മാർ പരമാവധി റൺ എടുക്കുന്നതല്ലാണ്. ഇപ്പം നമുക്കിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പിന്നെ 110 സംതിങ് സ്കോർ കൊൽക്കത്ത മുംബൈ മത്സരത്തിൽ അതിൽ കൂടുതൽ വിക്കറ്റ് ക്യാച്ചുകളൊക്കെ മിസ്സാവുന്നുണ്ട്. അതില്ലെങ്കിൽ കൂടി കുറച്ചുകൂടി വിക്കറ്റുകൾ നേരത്തെ പോയേനെ, ഒരുപക്ഷെ കൊൽക്കത്ത നേരത്തെ വീണേനെ എന്ന് പറഞ്ഞു പോകും. അത് പറഞ്ഞ പോലെ തന്നെ അഗ്രസീവ് സ്കോർ ഉയർത്തിയാണ് വേണ്ടത്. വിക്കറ്റ് പോയത് കൊണ്ട് സ്കോർ സ്കോറിംഗ് ചെയ്ത് ഉയർത്താതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഫോർമാറ്റ് അല്ല. വിക്കറ്റ് പോയാലും പരമാവധി ഉയർന്ന ടോട്ടലിലേക്ക് എത്തിക്കണം. അവസാന വിക്കറ്റിലായാലും പരമാവധി ഉയർന്ന റണ്ണിലേക്ക് എത്തിക്കണം എന്നാണ്. ടെസ്റ്റ് അല്ലെങ്കിൽ ഏകദിനം പോലെ പിടിച്ച് ഏകദിനത്തിലും അങ്ങനെയല്ല എങ്കിലും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം കൂറ്റിനടികൾ തന്നെയാണ് പരമാവധി ഓരോ ബോളിലും പരമാവധി റണ്ണ്. ഇത് തന്നെയാണ് IPL വരുന്നത്. അപ്പോൾ വിക്കറ്റുകൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഫലപ്രദമായി ചില ബോളർമാർ ഉപയോഗിക്കുന്നു, അവർ കൂടുതൽ വിക്കറ്റുകൾ ലഭിക്കുന്നു. കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒട്ടേറെ സ്പിന്നർമാർ പിന്നെ വരുന്നൊരു സീസൺ കൂടിയാണ് ഇത് നമ്മൾ കാണുന്നത്. ഈ സീസണിൽ IPL നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവിടെ വിക്കറ്റുകൾ കൂടുതലായി വീഴുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഘട്ടത്തിലുള്ള ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് 2024 ആദ്യത്തെ 5 മത്സരങ്ങൾ കഴിഞ്ഞ സമയത്ത് 87 സിക്സുകളാണ് ബാറ്റർമാർ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് 139 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൺറൈസേഴ്സ് പോലത്തെ ഒരു ടീം നമ്മൾ അറിയാം എങ്ങനെ വന്നാലും അടിച്ച് തകർക്കുന്നില്ല. ആദ്യ മത്സരം തന്നെ അവർ 280 ഒക്കെ അടിക്കുന്നു. അപ്പോൾ എങ്ങനെ വന്നാലും അടിച്ച് തകർക്കുക, എന്ത് വന്നാലും അടിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് വന്നത്. ആ സ്ട്രാറ്റജി തകരുന്നതല്ലേ പിന്നീട്? അതെ, ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ആദ്യത്തെ മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി അടിച്ച ഇഷാൻ കിഷൻ തന്നെ പറയാം. പിന്നെ ഹൈദരാബാദിൻ്റെ ആദ്യ മത്സരത്തിൽ പിന്നീട് അദ്ദേഹത്തിന് ഇപ്പം ഒരു വലിയൊരു സ്കോറിൽ പിന്നെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ശ്രേയസ് അയ്യറിനെ പോലുള്ള താരങ്ങൾ തുടർച്ചയായി 50 അടിക്കുന്നുണ്ട്, പിന്നെ സ്കോറിംഗ് വേഗത കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ കൂറ്റനടികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന താരങ്ങൾക്ക് വിക്കറ്റുകൾ വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇതിനെ കാണുന്നത്. വിക്കറ്റുകൾ വലിച്ചെറിയുന്ന പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ സ്കോറിംഗ് ഉയർത്താൻ തന്നെയാണ് നോക്കുന്നത്. അത് വിക്കറ്റുകളിലേക്ക് അധികം കൂടുതൽ ക്യാച്ച് ഔട്ടും പിന്നെ വിക്കറ്റുകളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അപ്പം അത് ഈ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബോളർമാർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു, അവർക്ക് അനുകൂലമായ പിച്ചുകൾ ലഭിക്കുന്നു, വിക്കറ്റുകൾ വീഴുന്നു. ബാറ്റ്സ്മാർ ആ പിച്ചുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇപ്പം നമ്മൾ ഇത്രയും കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ എന്ത് വന്നാലും അടിച്ച് തകർക്കുക എന്നൊരു സ്ട്രാറ്റജിയുടെ ഒരു പരാജയം കൂടിയാണ് ഇപ്പോൾ സൺറൈസേഴ്സിന്റെ അവസാന 2 മത്സരങ്ങൾ കാണുന്നത്. അതായത് എതിരാളികളെ അറിഞ്ഞു കളിക്കുക എന്നുള്ളൊരു സാധനമാണ്. എതിരാളികളെടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങൾ
എന്താണോ അതിന് പ്രിപ്പയർഡ് ആയിട്ട് കളിക്കുക എന്നുള്ളത് അതൊരു പ്ലാൻ ബി എപ്പോഴും വേണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിപ്പോ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ടീമിന്റെ ഒന്നെങ്കിൽ 300 അടിക്കുക അല്ലെങ്കിൽ 150 അടിക്കുക എന്നുള്ള ആ രീതിയിലുള്ള സ്ട്രാറ്റജി ഹൈദരാബാദ് പറയുമ്പോൾ പറയുന്നതാണ് ഒന്നെങ്കിൽ 300 മുകളിലേക്കും ഇല്ലെങ്കിൽ 150 താഴെയായിരിക്കുന്നത്. കാരണം ആ ടീമിന്റെ ഒരു സ്ട്രാറ്റജി വെച്ചുമ്പോൾ അതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം കൂറ്റടികളുടെ ടീമാണ്, അതൊന്ന് പിഴച്ചു പോയാൽ വിക്കറ്റുകൾ ചീട്ടുകൂട്ടം പോലെ വീണ് പോയേക്കാം. തീർച്ചയായും ഇപ്പൊ അത് നമ്മൾ തന്നെ കാണുന്നത്. പിന്നെ ബോളർമാരുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു. ഇപ്പോൾ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ 2 സീസണുകളെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 1.57 റൺസ് പെർ ഓവർ കൂടുതലായിരുന്നു നമുക്ക് ആദ്യത്തെ 5 മത്സരങ്ങളിൽ റൺ റേറ്റ്. അതായത് 10-ന് മുകളിലായിരുന്നു റൺ റേറ്റ് എന്നുള്ളതാണ്. 10-ന് മുകളിൽ റൺ റേറ്റ് എന്ന് പറയുമ്പോൾ T20 നമ്മൾ വളരെ നമ്മൾ കുറച്ച് കാലമായിട്ട് IPL-ലേക്ക് പറയുകയാണെങ്കിൽ 200 റൺസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീമിന് ഏറ്റവും ശരി ആ ടീം ജയിച്ചു എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ആദ്യത്തെ 5 അതായത് ഇപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 10-ന് മേലെ എല്ലാ ആദ്യത്തെ 5 മത്സരം കഴിയുമ്പോൾ 10-ന് മേലെയാണ് എല്ലാ കളിയിലും. അതായത് ഓവറോൾ റൺ റേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്പറാണ്. അപ്പൊ അത് മാത്രമല്ല ഓരോ എന്താ പറയാ, അതായത് ആദ്യത്തെ 5 മത്സരങ്ങൾ നോക്കുമ്പോൾ 20 ഓവറുകൾ 20-ന് മുകളിൽ റൺസ് ബോളർമാർ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ 11 മത്സരങ്ങൾ കഴിഞ്ഞൊരു കണക്ക് വരികയാണെങ്കിൽ 9.52 എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ 1.57 അത് കഴിഞ്ഞ വർഷം 2024 എങ്ങനെയാണെന്ന് വെച്ചാൽ 9.82 ആയിരുന്നു. അതായത് 1.57 ഡിഫറൻസ് വെറും 0.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോളർമാർ ശക്തമായി തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് അതിന്റെ ലക്ഷണം. നമ്മുടെ ഈ പറഞ്ഞ ഹൈദരാബാദ് രാജസ്ഥാൻ മത്സരത്തിൽ ആർച്ചറിന്റെ പ്രകടനം നോക്കിയാൽ 76 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഒരു ഓവറിൽ വഴങ്ങിയാണെങ്കിൽ നമുക്കറിയാം. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ആർച്ചർ തിരിച്ചു വരികയാണ്. ആർച്ചർ മാത്രമല്ല സുനിൽ, പിന്നെ നരയല്ല, നമ്മളെ വരുൺ ചക്രവർത്തി ആയ ഉൾപ്പെടെയുള്ള താരങ്ങൾ റണ്ണ് വഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ച് കളിപിടിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ മുംബൈയുടെ പുതുമുഖ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന താരങ്ങളൊക്കെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് പിന്നെ ഈ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ആളറിഞ്ഞ് കളിക്കുമ്പോൾ ഇത് പ്രശ്നമാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇപ്പം കൊൽക്കത്തയോട് കളിക്കുമ്പോൾ 8 ഓവർ 5 ഓവർ എന്തായാലും കുറവായിരിക്കും സുനിൽ നരയനും വരുൺ ചക്രവർത്തി വരുമ്പോൾ. മുംബൈ ഇന്ത്യൻസിൽ ബൂമ്ര ഉണ്ടെങ്കിൽ എതിർ ടീമിന് 16 ഓവറെ കളിക്കാൻ പറ്റും. 4 ഓവർ അവർ സേഫ് ആണെന്ന് പറയുകയാണ്. ഇപ്പോൾ ബൂമ്ര ഇല്ല എങ്കിൽ കൂടി നമ്മൾ പറയുന്ന രീതി അതാണ്, അങ്ങനെ നോക്കി കളിക്കേണ്ടതുണ്ടെന്ന്. പക്ഷേ ആ ബോളർമാർക്ക് ആദ്യം ഇപ്പം പറഞ്ഞു വരുമ്പം ആർച്ചർ പോലുള്ള ബോളർ T20 ഫോർമാറ്റിൽ ഏത് ഫോർമാറ്റ് മികച്ച ബോളറായിരുന്നു. പക്ഷേ ആർച്ചർ ബോളർ നിന്ന് വല്ലുവാങ്ങുന്ന മത്സരമാണ് നമ്മൾ കണ്ടത്. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ 5 മത്സരങ്ങൾ കഴിഞ്ഞു വീണ്ടും വരുമ്പോഴേക്കും ഇപ്പം ബോളർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്നു തുടങ്ങി. ആർച്ചർ മികച്ച രീതിയിൽ പന്ത് ചെയ്യാൻ തുടങ്ങി. രാജസ്ഥാൻ ഒരു പ്രധാന തലവേദന കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വരും. തീർച്ചയായും ഇപ്പം നമുക്ക് ഇപ്പൊ എനിക്ക് അറിയില്ല എല്ലാവരും എങ്ങനെയാണ് ക്രിക്കറ്റിനെ ഇത് ചെയ്യുന്നത്, ഇത് ആസ്വദിക്കുന്നത്. പക്ഷെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളർമാര് ഒരു ബൗള് ചെയ്യാൻ വരുന്നു. അപ്പൊ അവര് ആ പന്തുകളല്ല ഒരാള് അപ്പുറത്ത് നിന്നിട്ട് ഇത്രയും ഇത് കൊടുത്തിട്ട് 145-ഉം ചില സമയത്ത് ഈ 145-ൽ നിന്ന് ഒറ്റയടിക്ക് IPL നമ്മൾ കണ്ടുവരുന്നതാണ്. ഒറ്റയടിക്ക് സ്പീഡ് കുറച്ചിട്ട് ഇപ്പോ സാംകറനൊക്കെ കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 83-ലൊക്കെ സ്പിന്നർ എറിയുന്ന വേഗതയിൽ വരെ പന്തെറിയുന്നത് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പേസ് ലെങ്ത്തും ഇതൊക്കെ മാറ്റി സ്പീഡും ഇതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരാൾ അവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ ഇവിടെ ഒരാൾ നിന്ന് അടിച്ച് അത് അടുത്ത് തകർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു നീതികേടൊന്നല്ല, ഒരു രസമില്ലാത്തൊരു സാധനം. എല്ലാ ബോളും ഇങ്ങനെ പോകുന്നത് ആകാശത്തേക്ക് പോകുന്നത് കാണാനാണെങ്കിൽ എന്തിനാണ് ഇത് കാണാതിരിക്കുന്നത് എന്നുള്ള ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു യോർക്കറൊക്കെ ആയിരിക്കും. ഇപ്പോൾ പണ്ട് മലിംഗൊക്കെ എറിഞ്ഞു വരുന്ന ഒരു യോർക്കർ അല്ലെങ്കിൽ ബുംറയുടെ ഒക്കെ ഒരു പന്ത് കുറ്റിയൊക്കെ തെറിപ്പിക്കുന്ന അതൊരു ആവേശം കാണുന്ന ഒരാളുകൾ സൈഫ് ആദ്യം തന്നെ പറഞ്ഞു സൈഫ് ഒരാളുടെ ഇതാണെന്ന്. അപ്പൊ സൈഫി പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. എൻ്റെ കാര്യം പറഞ്ഞില്ല, എനിക്ക് ഇത് പറഞ്ഞ 6 പോകുന്നത് ഏത് ബോളും അതിർത്തി കിടക്കുമ്പോൾ ആ ബാറ്റ് ബോൾ മറ്റേ മിഡിലൊക്കെ ഉള്ള ടക്കുള്ള സൗണ്ട് ഇല്ലേ, ആ സൗണ്ടാണ് ഒരു ഹരം വരുന്നത്. അതിർത്തിക്ക് അവർ പറക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ യോർക്കർ വരുമ്പോൾ മലിംഗനം പറഞ്ഞില്ലേ, ഇപ്പോഴും ആരായാലും സ്റ്റെമ്പ് കുറ്റി വരയ്ക്കുന്നതാണ് മിഡിൽ സ്റ്റെമ്പ്, അത് പ്രത്യേക സുന്ദര കാഴ്ചയാണ്. മനസ്സിലും വളരെ സന്തോഷം തോന്നുന്നു. പക്ഷെ എന്നാലും ഈ പന്ത് അതുപോലെ 11 എറിഞ്ഞിട്ട് ഫുൾ ടോസ് എറിഞ്ഞിട്ട് കുറ്റി തെറിപ്പിക്കും, അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. പക്ഷെ എന്നാലും പിന്നെ ഹൈ സ്കോറിംഗ് മാച്ചുകളാണ് എനിക്ക് കൂടുതൽ. അത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ 2 ചെന്നൈയുടെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ട നൂർ അഹമ്മദിന്റെ ആ ഒരു പന്തിൽ അല്ലെങ്കിൽ 3 സ്റ്റെമ്പിങ് തോളുടെ കണ്ട് അതിനകത്ത് ഒരു തന്ത്രം. അതായത് ഇപ്പോൾ നൂർ അഹമ്മദും ധോണിയും തമ്മിലുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്, ഒരു പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഭാഗമായിട്ട് 2 മിന്നൽ സ്റ്റെമ്പിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഒരു സ്റ്റെമ്പിങ് എന്ന് പറയുന്ന അശ്വിന്റെയാണ്. അശ്വിൻ പന്ത് വൈഡാക്കി എറിയുന്നു, മനഃപൂർവ്വം വൈഡാക്കി എറിയുന്നു. ഒരുപാട് ദൂരേക്ക് കയറി കളിക്കുന്ന ഒരു താരത്തിന് അവര് സ്റ്റെമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട. അപ്പൊ ഇങ്ങനെ അതായത് ക്രിക്കറ്റിന്റെ ഒരു മനോഹരമാക്കുന്നത് ഇതുപോലെ ഫീൽഡിംഗ് പ്രകടനങ്ങൾ ആ രീതിയിൽ കൂടി കളി മനോഹരമായി കഴിഞ്ഞാലല്ലേ നമുക്ക് കാണാൻ. അതെ, ഇതെല്ലാം ഒത്തുചേർന്ന് തന്നെയാണ് ക്രിക്കറ്റ്. അത് ഏത് ഫോർമാറ്റിലും ഏത് ഗെയിം ആയാലും അങ്ങനെ എല്ലാ ഘടകങ്ങളും വരണം, ഏത് ഫോർമാറ്റിലായാലും. പക്ഷെ
പക്ഷേ IPL പറയുമ്പോൾ ഈ മിന്നൽ സ്റ്റെമ്മിങ് കാണുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ്. മികച്ച ക്യാച്ചുകൾ, റൺഔട്ടുകൾ. ഇപ്പം നമുക്കറിയാം പിന്നെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞത് അത് തന്നെയാണ് സംഭവം. അത് വിഷമമുണ്ടാക്കുന്നത് നല്ല അഗ്രസീവായിട്ട് നമ്മൾ കളിപ്പോ ഹെഡും ഈ റൺഔട്ട് അടിച്ച് തകർക്കുന്നത് നമുക്ക് കാണാൻ ആഗ്രഹം തന്നെ. പക്ഷെ ആ സമയത്ത് ഇപ്പൊ അവര് റൺഔട്ട് ആവുന്നോ അല്ലെങ്കിൽ അവരുടെ വിക്കറ്റ് നഷ്ടപ്പെടുക ഈ അടി ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സാധനം തീർച്ചയായും അത് കളിയുടെ ഗതിനെ ബാധിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പണ്ട് ഉത്തമ ലങ്കക്ക് ശ്രീലങ്കയ്ക്ക് വരെ ഔട്ട് ആയിട്ടുണ്ടല്ലോ, അലസമായി നടന്നില്ലെത്തുമ്പോഴേക്ക് സ്റ്റെമ്പറിക്ക് തോന്നിയ പോലെ സഞ്ജുവും മറ്റേ താരം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് താരം ഔട്ടാക്കി കേട്ടില്ല. അങ്ങനെ പല ഇതുണ്ട്. പക്ഷേ കളിയുടെ ഒഴുക്കിന് മതി. പക്ഷെ അങ്ങനെ ഒരു ഇപ്പം പറയുമ്പം ശ്രേയസ് അയ്യർ ആയാലും നമ്മുടെ പണ്ട് യുവരാജ് ആയാലും ഇപ്പോഴത്തെ ആരായാലും ജഡേജയായാലും അത് ബൗണ്ടറി ലൈന്നവരെ എറിഞ്ഞിട്ട് സ്റ്റെമ്പ് എറിപ്പിക്കുന്ന റൺഔട്ടാക്കുന്ന കാണുമ്പോൾ അത് ഈ പറഞ്ഞ പോലത്തെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെ കൂടി ചേർന്ന് തന്നെയാണ് ഗെയിം വരുന്നത്. ഇതൊക്കെ വേണം. ഈ പറഞ്ഞ പോലെ ബാറ്റ്സ്മാർ എല്ലാ മത്സരം 200 മുകളിലാണെങ്കിൽ ബോളർമാർ വെറുതെ എറിഞ്ഞു കൊടുക്കുക, ബോളിംഗ് മെഷീൻ വെച്ചിട്ട് അത്രയേ ഉള്ളൂ. അത് വരും, ശരിയാണ്. പക്ഷെ അപ്പം അവിടെയും വരും നമ്മൾ ബോളിംഗിൽ ഒരു മാജിക് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇപ്പൊ ചില ബോളർമാരുടെ ഒക്കെ ഒരു ഇത് ഇപ്പൊ ചെന്നൈനെതിരെ ഹൈസൽവുഡിന്റെ ഒക്കെ ഒരു നമ്മൾ കണ്ട ഒരു ബോളിംഗ്, അതുപോലെ ഇപ്പോ നൂർ അഹമ്മദിന്റെ ബോളിംഗ്, അതുപോലെ വരുൺ ചക്രവർത്തി വിഘ്നേഷിന്റെ ബോളിംഗ്. വിഘ്നേഷ് കഴിഞ്ഞ കളിയൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കൂടുതൽ വിക്കറ്റ് കിട്ടേണ്ടത് 3 വിക്കറ്റോളം കിട്ടും. 2 ക്യാച്ചാണ് മിസ്സായത്. 2 6 ഇറങ്ങിയ ഓവറിലൂടെ ഒരു ക്യാച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് അതെ, അതൊക്കെ അതെല്ലാം സുന്ദരമായിട്ടുള്ള ഒരു ഇത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വരുൺ ചക്രവർത്തി പിന്നെ IPL വരുമ്പോൾ തന്നെ എന്തായിരിക്കും വരുൺ ചക്രവർത്തിയും സുനിൽ നരൈനും ഒരു ടീമിൽ കളിക്കുന്നു. അതന്നെ ഇപ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിരുന്നു. അവരെങ്ങനെ ബോൾ എറിയുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ബൂംറ ഇല്ലെങ്കിൽ തന്നെ പല ടീമുകളും ബോൾട്ട് പന്തെറിയുന്നത്, നമ്മളീ പറഞ്ഞ ഈ 14 യോർക്കർ, ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ അശ്വിൻ്റെയും ജഡേജയുടെ കൂടി ഈ വരുന്ന നൂർ അഹമ്മദിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എങ്ങനെ എന്തായിരിക്കും ആ ഇമ്പാക്ട് കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്. അതൊക്കെ കൂടി ചെയ്ത് ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ആർച്ചർ തല്ലു നോക്കുന്ന മത്സരത്തിൽ ഈ വെടിക്കെട്ട് കാണുമ്പോഴും അയ്യോ ഇതിങ്ങനെ ഏകപക്ഷീയമായി പോകണമെന്നുള്ള വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ മത്സരം നടന്ന 170, 150 ഒക്കെ പോകുന്ന സ്കോറിംഗ് മത്സരം 2 പേർക്കും ഒരുപോലെ ബലാബലം വരുന്നതാണ്. അങ്ങനത്തെ ഗെയിമുകളൊക്കെ കുറച്ചുകൂടെ നല്ല തന്നെയാണ്. പക്ഷെ എങ്കിലും പറയുമ്പോൾ ആ സിക്സുകൾ തീർച്ചയായിട്ടും എനിക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആവേശം പകർന്നിട്ടുള്ള മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ലോ സ്കോറിംഗ് മാച്ചുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 120, 130 അല്ലെങ്കിൽ 110 ഇത്തരം റൺസൊക്കെ എതിർ ടീം എറിഞ്ഞ് വീഴ്ത്തിയിട്ട് എതിർ ടീമിനെ 90-ലോ അതെ ആ ഒരു അങ്ങനത്തെ ത്രില്ലിംഗ് മാച്ചുകൾ അത് നമുക്ക് മിസ്സിംഗ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. മത്സരങ്ങളെല്ലാം ഒരു ഏകപക്ഷീയമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ലാസ്റ്റ് അവസാന ഓവറിൽ നമുക്ക് പിന്നെ അഡ്രിനാലിൻ റഷ് 2 ഓവറിൽ 2 ഓവറിൽ 40-30 റണ്ണ് വരുന്നു. അവസാന ഓവറിലേക്ക് 20 താഴെ റണ്ണ് വരുന്നു. അത് എറിഞ്ഞ് പിടിക്കുന്നു. അവസാന പന്തിലേക്ക് ഒരു കളി എത്തുന്ന പറയുമ്പോൾ ഒരു നെഞ്ചടിപ്പ് നമുക്ക് തോന്നും. ഒരു ഗ്രൂപ്പ് ഘട്ട മത്സരമാണ്, വലിയ കാര്യമൊന്നുമില്ലാന്ന് അറിയെങ്കിലും ആ ഒരു മത്സരം കാണുമ്പോൾ ഒരു നെഞ്ചടിപ്പ് നമുക്ക് കിട്ടുമോ? ഏതെങ്കിലും ഒരു ടീമിനും നമ്മുടെ മനസ്സെന്തായാലും ഫേവർ ആയിരിക്കും. പ്ലേ ഓഫ് മത്സരങ്ങളും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്യൂട്ടി ആയിട്ട് വരുന്നത്. തീർച്ചയായും ഇപ്പം ഇങ്ങനെ ബൗളർമാരുടെ ഈ തിരിച്ചുവരവിനെ കുറിച്ച് പറയുമ്പോഴും ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് സ്പിന്നർമാരാണെന്നുള്ളത് എടുത്ത് പറയണ്ടേ. പേസ് ബോളർമാർ പലപ്പോഴും പല ബോളർമാരുടെയും പല മത്സരങ്ങളിലെ എക്കണോമി 14, 12 എനിക്ക് തോന്നുന്നു 19 ആയിരുന്നു ആർച്ചറുടെ ഫസ്റ്റ് മത്സരത്തിലെ എക്കണോമി. അപ്പൊ സ്പിന്നർമാരല്ലേ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നൂർ അഹമ്മദ് ഒക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 17 യോർക്കറും പിന്നെ ആർച്ചറിന്റെ തല്ലുവാങ്ങിയതും ഒഴിച്ചത് നമ്മൾ പറഞ്ഞ സ്പിന്നർമാരെ കുറിച്ചാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അതെ, പിന്നെ പറഞ്ഞ വരുൺ ചക്രവർത്തിയാണ്, പിന്നെ വിഘ്നേഷാണ്, ഈ പുതിയ പുതുമുഖ താരങ്ങളെ അശ്വിനികുമാറിന്റെ ഈ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ അത് വ്യക്തമാണ്. ഇപ്പം പിടിക്കുന്ന കളി ഈ പറഞ്ഞ പോലെ സൈഫിന്റെ ഇത് പറയുമ്പോൾ കുറച്ചുകൂടി സുന്ദരമാക്കുന്നത് സ്പിൻ ബോളേഴ്സ് തന്നെയാണ്. അതെ. എന്തായാലും ഇനിയും മത്സരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ആകെ 13 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ മത്സരങ്ങൾ വെക്കുമ്പോൾ ഒരു നോക്കുന്ന സമയത്ത് ആദ്യത്തെ മത്സരങ്ങളിൽ വെറും ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ടിട്ട് അയ്യോ ഇത് എല്ലാ ദിവസവും ഇത് അടി തന്നെയാണ്, ഇത് കണ്ട് മടുത്തല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തിരിച്ചു വരാനുള്ള സമയമാണ്. കാരണം ബോളർമാരും കൂടി പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ബോളർ ബുംറയാണ് കേട്ടോ. കാരണം ബുംറയുടെ ഒരു ഇമ്പാക്റ്റും ഡെത്ത് ഓവറിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, എന്തായാലും ഈ IPL പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്, മികച്ച മത്സരങ്ങൾ, ആവേശകരമായ ത്രില്ലിംഗ് മാച്ചുകൾ ഒരുപാട് കാണാൻ കഴിയട്ടെ. ക്രിക്കറ്റ് ആരാധകർ ഈ ഒരു ടൂർണമെന്റുമായിട്ട് ആ ഒരു മടുപ്പ് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. എന്തായാലും മികച്ച മത്സരങ്ങൾ കാണാനാകട്ടെ.